മകളുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ പിതാവിന് ജീവപര്യന്തവും 2.5 ലക്ഷം രൂപ പിഴയും. തലശ്ശേരി ചിറക്കര സ്വദേശി സന്ദീപിനെ കൊലപ്പെടുത്തിയ കേസിലാണ് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി പ്രേമരാജനെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ശിക്ഷിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് മകളുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവിനും 2.5 ലക്ഷം രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചു. കോഴിക്കോട് പന്തീരങ്കാവിലെ പ്രേമരാജനെയാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജ് ജെ വിമൽ ശിക്ഷിച്ചത്. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴയും വധശ്രമത്തിന് 10 വർഷം തടവിനും 50,000 രൂപ പിഴയടക്കാനുമാണ് ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 1.5 വർഷം അധിക തടവ് അനുഭവിക്കണം. പിഴയടച്ചാൽ തുക കൊല്ലപ്പെട്ട സന്ദീപിന്റെ ഭാര്യയ്ക്ക് നൽകണം. തലശ്ശേരി ചിറക്കരയിലെ രവീന്ദ്രന്റെ മകൻ സന്ദീപിനെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. സന്ദീപിന് സാമ്പത്തിക ശേഷി കുറവാണെന്നതിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. സന്ദീപിന്റെ കുഞ്ഞ് അസുഖബാധിതയായിരുന്നു. സന്ദീപിനെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് കുഞ്ഞിന് അസുഖം ബാധിച്ചതെന്ന തോന്നലും കുടുംബ പ്രശ്നങ്ങൾക്കിടയാക്കി. മലപ്പുറത്തു നിന്നും 1 മാസം മുൻപ് കത്തി വാങ്ങുകയും 2017 മെയ് 14 രാവിലെ സന്ദീപിനെ വീടിന് സമീപത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയെന്നുമായിരുന്നു കേസ്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ രേഷ്മ ഹാജരായി. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.